മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അത് ബോധപൂർവം സംരക്ഷിക്കുന്നതിന് നടപടിയെടുത്തു എന്നാണ് സംശയിക്കേണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക. പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എറണാകുളത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞതാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൽ ചിലർ പ്രത്യേകിച്ച് ഈ പ്രതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ നിന്ന് അവർ പിന്മാറാതെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക? കോൺഗ്രസ് നിലപാട് മാതൃകാപരമാണെന്ന് പറയാനാകില്ല എന്ന് മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്ത് നിലപാടാണോ കോൺഗ്രസ് എടുത്തിരിക്കുന്നത് അതിനെ ചൂണ്ടി പറയുകയാണ്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്ത് എന്ന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴും ഞെട്ടലോടെ ഉയരുന്നത്. കൊടും പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നടപടി സ്വീകരിച്ചു എന്ന് വലിയ രീതിയിൽ വീരവാദം മുഴക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും നിയമ നടപടികളിൽ നിന്ന് ഒളിച്ചോടി നടക്കുന്ന പ്രതിയെ അറസ്റ്റിൽ നിന്ന് സംരക്ഷിക്കാൻ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം അരയും തലയും മുറുക്കി ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവും മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ട്. ഒരു അതിജീവിതയെ സമൂഹ മധ്യത്തിൽ അപമാനിതയാക്കി പ്രോസിക്യൂഷനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിക്ക് വേണ്ടി പരസ്യമായി നിലകൊള്ളാൻ ഒരു പ്രസ്ഥാനം തയ്യാറാവുന്നു എന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇതാദ്യമായിട്ടാണ്. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗോഡ് ഫാദർ? KPCC നേതൃത്വം പരിശോധിക്കാം, നടപടിയെടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന് അവസാനം കോടതി നടപടി പറഞ്ഞ ശേഷം അടുത്ത നിമിഷത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ഈ ദിവസം വരെ, കഴിഞ്ഞ ദിവസം വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് സംരക്ഷിച്ച് നിന്നവർക്ക് ഇപ്പോൾ അദ്ദേഹത്തെ പുറത്തു വിടാറായില്ലേ? KSU പോലെയുള്ള യുവ പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പോലും രാഹുലിന് അനുകൂലമായി എതിർ പ്രസ്ഥാനങ്ങൾ ഉയർത്തിയ പോസ്റ്ററുകൾ വലിച്ചു കീറി തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ചയും മാങ്കൂട്ട സ്നേഹം കാണിക്കുന്നതുമൊക്കെ നമ്മളിന്ന് കണ്ടു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പോലീസ് പറയുമ്പോഴും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ ആകാത്തതിന് കാരണം സ്ത്രീ സുരക്ഷയെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസ്സിലെ ഷാഫി പക്ഷത്തിൻ്റെ ഇത്തരം യുവജന രാഷ്ട്രീയ നിലപാടുകളാണോ? കോൺഗ്രസ്സിനെ ജനം തള്ളിയോ? ആരാണ് രാഹുലിനെ ഒളിപ്പിക്കുന്നത്? ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, താങ്കളിലേക്ക് തന്നെ വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നടപടിയെടുത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാഹുലിനെ എന്ന് പറയുമ്പോഴും ഈ നിമിഷത്തിലും രാഹുൽ പോലീസിൻ്റെ മുമ്പിൽ എത്തുകയോ അദ്ദേഹത്തെ പിടികൂടുകയോ അതല്ലെങ്കിൽ കീഴടങ്ങുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ എന്താണ്, എവിടെ നിന്നാണ് രാഹുലിന് സഹായം കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ചില അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എവിടെയാണ് രാഹുൽ എന്നുള്ളതിനെക്കുറിച്ച് ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ദിവസമാണ്. ബാംഗ്ലൂരിൽ പലയിടത്തുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ എവിടെ നിന്നെങ്കിലും പിന്തുണ കിട്ടുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാകും എന്നുള്ളത് നമുക്കറിയാം. ഉത്തരവാദിത്വം ഈ സംരക്ഷിക്കുന്നവർക്കുമില്ലേ? തീർച്ചയായിട്ടും ഒരു വലിയ ഘട്ടം വരെ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൽ നിന്ന്, ഒരു പരിധിവരെ KSUവിൽ നിന്ന്, വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്ന് വലിയ പിന്തുണയുണ്ടായിരുന്നു. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു പിന്തുണയും മറ്റുള്ളവരുടെ കൂടെ നടക്കുന്നവരാണ് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളൊക്കെ. അവരുടെ മൂവ്മെൻറ്റൊക്കെ ഒന്നിച്ചാണ്, നേതാക്കന്മാരൊക്കെ ഒന്നിച്ചാണ് പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, കമ്മിറ്റികൾ കൂടുന്നത്. അപ്പോഴവിടെയൊക്കെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില പെൺകുട്ടികൾ
അതിൻ്റെ നേതാവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാളെ വെക്കുന്നത് അപകടമാണ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആക്കുന്നത് അപകടമാണ്. അപ്പം ഹാസ്യം കലർന്ന ഒരു ചിരിയായിരുന്നു മറുപടി എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ഇതൊക്കെ നോക്കണം, യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഈ പറയുന്നതേ. എത്രയോ വനിതാ നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാ ഘട്ടത്തിലും ഇയാളുടെ ഏടാകൂടങ്ങൾക്ക്, ഇയാളുടെ എല്ലാ ചെയ്തികൾക്കും, ദുഷ്ചെയ്തികൾക്കും കൂടെയുള്ള സഹപ്രവർത്തകരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പിന്തുണ കുറച്ചൊക്കെ ഈ ഒളിവിൽ പോകാനും ഉണ്ടായിരുന്നിരിക്കണം. കാരണം ഒളിവിൽ കഴിയുന്നത് കർണാടകയിലാണെന്നാണ് അഭ്യൂഹം. കർണാടക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഭരണം നിലവിലുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ഇഷ്ടംപോലെ പലതരം തോട്ടങ്ങളുണ്ട്, തേയിലത്തോട്ടങ്ങൾ, അതേപോലെ കാപ്പിത്തോട്ടങ്ങളൊക്കെയുണ്ട്. അവിടെയൊക്കെ റിസോർട്ടുകളുണ്ട്. അവിടെയൊക്കെ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, രഹസ്യമായിട്ടൊക്കെ താമസിക്കാം. അവിടെയൊക്കെയാണ് അദ്ദേഹത്തിന് താമസം. അദ്ദേഹത്തിന് ഒളിപ്പാർപ്പിടങ്ങൾ, ഒളിയിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ആ ഭാഗത്തെ കോൺഗ്രസ് നേതാക്കളും അവരുടെ പ്രവർത്തകരും ചെറുപ്പക്കാരും ഒക്കെ മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തെ കട്ട് ചെയ്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന ആൾ ഇനിയിപ്പോൾ കോൺഗ്രസിൽ തുടർന്നാൽ വലിയ അപകടമാകും എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് നേതാക്കൾ, ഒട്ടുമിക്ക നേതാക്കളും. ഇനിയും അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറേ ദിവസങ്ങൾ കൂടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊന്നും നിൽക്കാൻ സാധ്യത തീരെയില്ല. അറസ്റ്റോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ തീരും. ശ്രീ ജേക്കബ് ജോർജ്, അത് താങ്കൾ പറയുന്നത് ഈ കോൺഗ്രസിൽ ഇക്കാര്യത്തെക്കുറിച്ച് തുറന്ന നിലപാടുകൾ എടുക്കണമെന്ന് ചുരുക്കം ചില, അതേസമയം വളരെ സീനിയറായ നേതാക്കൾ തന്നെ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടാൻ അകത്തെങ്കിലും അവർ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം, നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ഓർത്തുകൊണ്ടാണ് താങ്കൾ ഇത് പറയുന്നത് എന്നുള്ളത് വ്യക്തവുമാണ്. പക്ഷേ അതിനേക്കാൾ ശക്തമായ പ്രസ്ഥാനത്തെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കി സമൂഹ മാധ്യമങ്ങളുടെ നിയന്ത്രണം വരെ തങ്ങളുടെ കയ്യിലേക്കാക്കി ഈ സീനിയർ നേതാക്കളെ വരെ അധിക്ഷേപിച്ച് അവരെ ദുഃഖിതരാക്കി കോൺഗ്രസിനകത്ത് തുടരുന്നതിനെക്കുറിച്ച് ലജ്ജ തോന്നുന്ന രീതിയിൽ അവർക്ക് സുഹൃത്തുക്കളോട് വരെ പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി വച്ചവർ ഇപ്പോഴും ആ നിയന്ത്രണത്തിൽ നിന്ന് പൂർണ്ണമായും കാര്യങ്ങളെ വിടുവിച്ച് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ പുറകിലോട്ട് വലിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ ഇപ്പോൾ. അല്ല, അത് ശരിയാണ്, ലാലു പറഞ്ഞത് ശരിയാണ്, 100% ശരിയാണ്. കാരണം ഈ എല്ലാ പാർട്ടികൾക്കും ഇതൊക്കെ ഉണ്ടെന്നാണ് വയ്പ്പ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു വലിയ ആർമി, വലിയ സൈന്യം തന്നെയുണ്ട്. അവരെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കും. ആൾക്കാരെ അപമാനിക്കുക, സ്ത്രീകളെ അപമാനിക്കുക, കള്ളക്കഥകൾ മെനയുക, അതിങ്ങനെ പ്രചരിപ്പിക്കുക, അതിങ്ങനെ പലവട്ടം പ്രചരിപ്പിക്കുക, നുണകൾ പ്രചരിപ്പിക്കുക, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ പണി. ആ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഇത്തരം കൂട്ടായ്മകൾ, ഇത്തരം കൂട്ടങ്ങൾ അവർ VD സതീശിനെതിരെ തിരിഞ്ഞു, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ തിരിഞ്ഞു. കാരണം ഞങ്ങളുടെ നേതാവിനെ, ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ട് കളിച്ചാൽ നിൻ്റെയൊക്കെ ശരിയാക്കി കളയും. അവരെ നശിപ്പിക്കുക, കോൺഗ്രസിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്ന് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം, പ്രഖ്യാപിക്കുന്ന ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം വെച്ചിട്ടാണ് ഇവരൊക്കെ ഇത് കൊച്ചു പിള്ളേരെ, ചെറുപ്പക്കാരെ, ഇവർക്കാർക്കും മുഖമില്ല. അതാണില്ലേ പ്രത്യേകത, ഇവർക്കാർക്കും മുഖമില്ല. ഏതോ ഒരുക്കെ പേര് കാണും, ആ പേരിലേക്ക് അന്വേഷിച്ച് പോയാൽ ആ പേരുകാരനൊന്നും ആയിരിക്കില്ല അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ വ്യക്തി. അങ്ങനെ കള്ളത്തരത്തിലൂടെ, കാപട്യത്തിലൂടെ, കപട കഥകളിലൂടെ, കള്ളക്കഥകളിലൂടെ ഇവരൊക്കെ കൂടി ഒരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും അതുപോലെയുള്ള നേതാക്കന്മാർക്കുമൊക്കെ ഭീഷണിയായത്. അതിന് വരെ ഇവർ തുനിഞ്ഞു. എന്തിനും പോരുന്ന ഒരു കൂട്ടം തെമ്മാടിക്കൂട്ടങ്ങളാണിവർ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു പക്ഷേ VD സതീശൻ്റെ നിലപാട് കടുപ്പിക്കാൻ ഇടയാക്കിയത്. ഇങ്ങനെയുള്ളവരെ ഇനി വിട്ടുകൂടാ എന്നുള്ളത്, അങ്ങനെ അങ്ങ് വിട്ടുകൂടാ എന്നുള്ള തീരുമാനത്തിലേക്ക്, ആ നിലപാടിലേക്ക്, കടുത്ത നിലപാടിലേക്ക് തിരിയാൻ VD സതീശനെയും മറ്റും പ്രേരിപ്പിച്ചത് ഒരു പക്ഷേ ഇതുപോലെയോ അവർ നേരിട്ട അക്രമങ്ങളായിരുന്നിരിക്കണം ഒരു പരിധിവരെ. തീർച്ചയായിട്ടും അയാളുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുഴപ്പങ്ങൾ
അതിൻ്റെ പട്ടികകൾ വേറെ, അതിൻ്റെ പരാതിക്കെട്ടുകൾ വേറെ തീർച്ചയായിട്ടും. ഒരു ചോദ്യം കൂടി ഈ ആദ്യഘട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ താങ്കളോട്. ഇപ്പോൾ പൊതുവേ ഒരു പറച്ചിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കിടയിലൊക്കെ അല്ലെങ്കിൽ മറ്റു ചില ആളുകളുടെ ഇടയിലൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർചേരിയിൽ നിന്ന്, ഗവൺമെൻറ്റിൻ്റെ എതിർചേരിയിൽ നിന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് പറയുന്നത് ഒക്കെ എന്താ വെച്ചാൽ ഇത് പിടിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് എത്തുന്ന ആ ദിവസങ്ങൾക്ക് തൊട്ട് മുമ്പ് പോലീസിന് അറിയാമെങ്കിൽ അവരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണല്ലോ ഇത് ഗുണം ചെയ്യുക സർക്കാരിന്, അതുകൊണ്ട് അപ്പോഴത്തേക്ക് പിടിക്കാൻ വെച്ചിരിക്കുകയാണ് എന്നുള്ളത്. അത് ആ ഭാഗത്ത് പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് മറ്റേ ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ പിടിച്ച് കഴിഞ്ഞാലേ ഗുണമുള്ളൂ, അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണം പിടിക്കാൻ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണം പിടിക്കാൻ, തെരഞ്ഞെടുപ്പിന് മുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, അതുവരെ ഒളിപ്പിച്ച് നിർത്തേണ്ടതുണ്ട് എന്ന് മറ്റൊരു ഗുണമുള്ള കൂട്ടരും കൂടി ഉണ്ടല്ലോ അപ്പുറത്ത്. അവരും ചിന്തിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവരും ഇതിനകത്ത് റോൾ വഹിക്കുന്നുണ്ട് എന്നതുകൂടി ചർച്ച ചെയ്യാതെ ഈ ഒരു ഭാഗം മാത്രം ചർച്ച ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നതേ ലാലേ, ഇനി രാഹുലിനെ കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഇനി രാഹുലിനെക്കുറിച്ച് എന്താണ് പ്രയോജനം? എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അയാൾ ചവറായി, അയാൾ ഇല്ലാക്കഥയായി. ഒരു കാലത്ത് ഇങ്ങനെ ബലൂൺ വീർപ്പിക്കുന്ന പോലെ സ്വയം ഊതി വീർപ്പിച്ച ആ ബലൂണിൻ്റെ കാറ്റ് മുഴുക്കുകയും പോയി. അയാൾ ഇന്ന് വെറും ചണ്ടിയാണ്, യാതൊരു സംശയവുമില്ല. കോൺഗ്രസ്സിന് വേണ്ടാത്തവൻ, കേരള രാഷ്ട്രീയത്തിന് വേണ്ടാത്തവൻ, അയാളൊന്നുമില്ലാത്തവനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അയാളെ പോലീസിന് പിടിച്ചുകൊണ്ട് എന്താ കാര്യം? എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ തെരഞ്ഞെടുപ്പ്, ഇപ്പോഴും നമ്മുടെ പത്രക്കാരും ക്യാമറക്കാരും ഒക്കെ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അയാളെ കിട്ടുകയാണെങ്കിൽ ഒരു ദിവസത്തെ കൂടി വാർത്തയുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആ വാർത്തകളെല്ലാം പുറകിലേക്ക് പോകും. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾക്ക് ചില കാര്യങ്ങൾ കൂടി അറിയാവുന്ന ആളാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഇതിനകത്ത് ഒരു കൾപ്രിറ്റ്, അദ്ദേഹം മാത്രമാണ് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരാൾ. അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ പട മുഴുവൻ നയിച്ച് തനിക്കെതിരെയുള്ള യുദ്ധത്തിൽ പോലും കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച് ഇതുവരെ എത്തിയത് എന്നൊക്കെ നമ്മളാരും അങ്ങനെ പച്ചവെള്ളം തൊടാതെ വിഴുങ്ങി അങ്ങനെ പോകുന്നവരല്ലല്ലോ, നമുക്കറിയാമല്ലോ. അല്ലേ, അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞാൻ കണ്ടിടത്തോളം, കുറച്ച് കാലമായി ചെറുപ്പക്കാരനല്ലേ, നമ്മളൊക്കെ കാണുന്നുണ്ട്, നമ്മുടെ കൂടെയൊക്കെ ചർച്ചയിൽ വരുന്നുണ്ട്. എന്നെ ഒത്തിരി ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ട് നല്ലപോലെ. ലാലിൻ്റെ കൂടെ ഇരിക്കുമ്പോഴല്ല മാതൃഭൂമിയിൽ വെച്ച് എന്നെ ഇവന് ഒരു ആവശ്യവുമില്ലാതെ ചീത്ത വിളിച്ചു. അയ്യോ, അതിൻ്റെ ക്ലിപ്പിക്കൊന്നും കാണിക്കണ്ട ഇപ്പോഴേ. അപ്പോൾ പലർക്കും ഇതേ അനുഭവം പറയാനുണ്ട്. പലരും, സതീശൻ മാത്രം അത് പറയുന്നില്ല. താങ്കളിത് പറയുന്നത് സതീശൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ആനന്ദിക്കുന്നുണ്ടാകും. ഞാൻ എല്ലാ പാർട്ടികളുടെയും പ്രത്യേകിച്ച് യുവജന സംഘടനകളിലെ ചെറുപ്പക്കാരായ നേതാക്കന്മാരോടൊക്കെ വലിയ സൗഹൃദത്തിലാണ്. അവരെ പ്രോത്സാഹിപ്പിക്കും, അവരോട് ചർച്ചകളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറയും. നമ്മുടെ BJPയിലെ നേതാക്കളൊക്കെ എന്നോട് എന്ത് സൗഹൃദം എന്നറിയോ. ഞാൻ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ, ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ തൊട്ടടുത്ത കസരിക്കുമ്പോഴത്തേക്ക് അവരുടെ ആ രീതി എങ്ങനെയാണ് മാറ്റേണ്ടത്, ടോൺ എങ്ങനെയാണ് മാറ്റേണ്ടത്, ശബ്ദത്തിൻ്റെ ടോൺ എങ്ങനെ മാറ്റണം, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കില്ല അല്ലേ. അതൊക്കെ അവർക്ക് അതുകൊണ്ടൊക്കെ എന്നോട് വലിയ താല്പര്യമാണ്, വലിയ സ്നേഹമാണ് പലപ്പോഴും. പക്ഷേ ഇയാൾ എന്നോട് ആദ്യം മുതലേ അങ്ങ് ഭയങ്കര ഉടക്കാം. അത് പറയുന്ന കാര്യങ്ങളൊക്കെ വെറും മണ്ടത്തരം. പോട്ടെ, എന്നെക്കുറിച്ച് എന്ത് പറയാനാ. ഞാൻ ഒന്നാന്തരമായിട്ട് മാന്യമായിട്ട് പത്രങ്ങളിൽ ജോലി ചെയ്തിട്ട് കയറി വന്നയാളാണ്. ഇപ്പോഴങ്ങനത്തെ താല്പര്യങ്ങളും അങ്ങനത്തെ പത്രപ്രവർത്തന ബന്ധങ്ങളും ഒട്ടും ഇല്ലതാനും. അപ്പം ഞാൻ പറഞ്ഞ് വന്നത് ഇയാളുടെ ദ്വിമുഖമായ നടപടികളായിരുന്നു. പാർട്ടിക്കകത്ത് ലാലെ അത് കേൾക്കേണ്ടതാണ്. എത്ര പേരെ തിരുവനന്തപുരം ജില്ലയിലെ എത്ര ചെറുപ്പക്കാരുണ്ടെന്നറിയാമോ? കോൺഗ്രസ്സുകാർ, എന്നെ വിളിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഇവരെയൊക്കെ ചവിട്ടി ഞെരിച്ചിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത്. അറിയാമോ? കേരളത്തിൽ ഒട്ടനവധി പേരെ, ഞാൻ വരുന്ന ജില്ല പത്തനംതിട്ട ജില്ല, അവിടുത്തെ എത്ര ചെറുപ്പക്കാരുണ്ടെന്നറിയാമോ ലാൽ? അവിടുത്തെ അനേകം ചെറുപ്പക്കാരെ പത്തനംതിട്ട ജില്ലയിൽ പോലും കൂടെ പറ്റി ഒട്ടിച്ചേർന്ന് നിന്ന് സ്നേഹം കാണിച്ചൊക്കെ ഇടപെടും. ഒരു സുപ്രഭാതത്തിൽ അയാളുടെ സ്ഥാനം പോവും. ആ സ്ഥാനം ഇയാൾ അപഹരിക്കും. എത്ര ഉദാഹരണങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ കൂടെ നടന്ന് ഉമ്മൻചാണ്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ ഉമ്മൻചാണ്ടി മാർക്ക് ചെയ്തിരുന്നതാണ്. ആ ലിസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്ഥാനത്ത് ഇയാൾ കയറിയിരുന്നു.
ഉമ്മൻചാണ്ടി മനസ്സിൽ കണ്ടിരുന്ന എഴുതി വെച്ചിരുന്ന ആ ലിസ്റ്റിൽ എഴുതി വെച്ചിരുന്ന ആളെ ഇയളി ചവിട്ടിയിട്ടാണ് ആ സ്ഥാനത്തേക്ക് കയറിയിരുന്നത്. പിന്നീട് നമുക്കറിയാമല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കൃത്രിമങ്ങളാണെന്നുള്ളതും കേരളം മുഴുവൻ കണ്ടതാണ്, അറിഞ്ഞതാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധം. അതിങ്ങനെ കൂട്ടായ്മ, അതും ഒരു ഒറ്റയാൻ കളിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കണ്ണിൽ ചോരയില്ലാതെ പ്രവർത്തിക്കുന്നവനാണ്. കണ്ണിൽ ചോരയില്ലാതെ പെൺകുട്ടികളുടെ അടുത്ത് നിഷ്ഠൂരം ആക്രമണം കാണിക്കുന്ന ആളാണ് അയാൾ. മനുഷ്യനാണോ എന്ന് പോലും പറയാൻ വയ്യ. സ്നേഹം നടിച്ച് കല്യാണം കഴിച്ചോളാം, നമുക്ക് കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു കുഞ്ഞുണ്ടാവണം, ഗർഭം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടികൾ രക്ഷപ്പെടാൻ വയ്യാത്തവണ്ണം ഈയുടെ വായിക്കകത്ത് അകപ്പെട്ടു പോകും. കണ്ണിൽ ചോരയില്ലാതെ ചോര വീഴ്ത്തിയവനാണ് ഇയാൾ. അതാണ്, അതും ഇയാളുടെ മറ്റൊരു മുഖം. ഒരേ സമയത്ത് പാർട്ടിക്കകത്ത് സ്ഥാനങ്ങൾ കയറിപ്പിടിക്കാൻ, വെട്ടിപ്പിടിക്കാൻ, അതിനുവേണ്ടി ആരെയും ചവിട്ടി നശിപ്പിക്കാൻ കഴിവും തൻ്റെ ഇടവും കാഴ്ചപ്പാടുമുള്ള മനുഷ്യൻ. മറുവശത്ത് ഏത് പെൺകുട്ടി, അതിന് പ്രായമൊന്നുമില്ല. നമുക്ക് ഇത് സത്യമായിട്ടും ലാലേ, നമുക്കിതൊക്കെ ഒന്ന് സൂക്ഷ്മമായിട്ടൊന്ന് നോക്കണം. എത്രയോ പെൺകുട്ടികളല്ല, സ്ത്രീകൾ, വീട്ടമ്മമാർ, ഉദ്യോഗസ്ഥർ. താങ്കൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ തന്നെ അത് സൂചിപ്പിച്ചു. ഇതൊന്നും ചിലർക്കാർ, ഇതൊക്കെ പോലീസ് അന്വേഷിക്കണം. കുറഞ്ഞ പക്ഷം നമ്മുടെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയെങ്കിലും ഒരാളെ അഴിച്ചുവിട്ടാൽ, ഒരാൾ ഇറങ്ങിത്തിരിച്ചാൽ ഇത്രമാത്രം ഭീകരം കേരള സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥർ ഇത് പഠിക്കണം. ശരി, അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. എൻ ശ്രീകുമാർ, എന്താണ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കുന്ന കോൺഗ്രസിനോട് ഇപ്പോൾ ചോദിക്കാനുള്ളത് എന്നുള്ളത് ആണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. എല്ലാ നടപടിയും എടുത്തു കഴിഞ്ഞു, ഇനി ഈ കാര്യത്തിൽ എന്തുണ്ട് ഇനി അന്വേഷിക്കാൻ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ കോൺഗ്രസ്സിന് എല്ലാ ജോലിയും തീർന്നു എന്ന് പറഞ്ഞു വെക്കുന്നവരുണ്ട്. ഇത് നോക്കൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിരെ വന്ന പരാതികളൊക്കെ നേതൃത്വത്തിൻ്റെ കയ്യിലിരിക്കുമ്പോഴാണ് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയ സംഘടനയ്ക്കകത്ത് എങ്ങനെയാണ് അധികാരം ഉണ്ടാക്കിയെടുക്കാനും അത് നിലനിർത്താനും അത് പിന്നീട് തൻ്റെ ആളുകൾക്ക് അത് വീതിച്ച് എത്തിക്കാനുമൊക്കെയായി രാഹുൽ മാങ്കൂട്ടവും സംഘവും അദ്ദേഹത്തിൻ്റെ മുകളിലും താഴെയുമുള്ളവരും ഒക്കെ ചേർന്ന് കാര്യങ്ങൾ ഒരുക്കിയത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ട്, അതിനകത്ത് പാർട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. പാർട്ടിയുടെ നേതാക്കൾ ഇയാളെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് ശരിവെക്കുന്നതാണ്. പിന്നീട് ഇയാളുടെ വ്യക്തിപരമായ വൈകൃതങ്ങളെക്കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി തന്നെ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് ലൈംഗിക വൈകൃതത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നതിനെക്കുറിച്ച് ഒക്കെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. ഇതൊന്നും നമുക്ക് തർക്കമില്ലാത്ത കാര്യങ്ങളാണ്, അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതല്ല. പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട്, അങ്ങനെ തന്നെയുള്ള ആളാണ് ഇയാളെന്ന് അറിഞ്ഞുകൊണ്ട് ഇയാളെ പാലക്കാട്ട് അവതരിപ്പിച്ചവർ ഈ നിമിഷം വരെ ഇയാളെക്കുറിച്ച് മോശമായി ഒരു വാക്ക് പോലും സമൂഹ മാധ്യമത്തിൽ പറയാത്ത നേതാക്കൾ, ചിലരൊക്കെ ഹെഡ്മാഷ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. അവരൊക്കെ ഇപ്പോഴും ഇയാളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്ന ധ്വനിയാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് പോലും വായിച്ചെടുക്കേണ്ടത്. ചിലർ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നു. ഇപ്പോൾ പോലീസിന് പിടികിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ, അയാൾ വഴുതി പോകുന്നുണ്ടെങ്കിൽ ഉത്തരവാദികൾ ആരാണ്? കോൺഗ്രസിനകത്ത് ഇയാളെ സംരക്ഷിച്ച ആരൊക്കെയാണ്? നോക്കൂ ഡോക്ടർ ലാല്, താങ്കൾ ചോദിക്കുന്നത് ആരെക്കുറിച്ചാണ്? താങ്കൾ ചോദിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്നോട് ചോദിക്കുന്നത്? കോൺഗ്രസിനെ കുറിച്ചാണ്. കോൺഗ്രസ് ഈ കാര്യത്തിൽ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഇപ്പോഴും ഒരു MLA ആയിരിക്കുന്ന ആരുടെ കാര്യമാണ് പറയുന്നത്? കോൺഗ്രസിന്റെ MLA അല്ല എന്ന് കോൺഗ്രസ് ഇപ്പോൾ ഇന്നലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. അങ്ങനെ, അതായത് കോൺഗ്രസ്സിൽ ഇല്ലാത്ത ഒരാളെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക? എനിക്കറിയാത്ത കാര്യമാണ്. കാരണം ഒരുപാട് പേര് ഈ നാട്ടിൽ കോൺഗ്രസ്സിൽ ഇല്ലാത്തവരൊക്കെ ഉണ്ട്. അവരെക്കുറിച്ചൊക്കെ ഞാൻ മറുപടി പറയണോ? പക്ഷേ മുഖ്യമന്ത്രി മറുപടി പറയണം. കാരണം എന്താ വെച്ചാൽ BD സതീശൻ പ്രതിപക്ഷ നേതാവിനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് നമ്മുടെ മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞാൽ മതി. അതായത് ഒരു പരാതി ഒരു MLAക്കെതിരെ കിട്ടി. ആ പരാതി കിട്ടിയിട്ട് ആ പരാതി വെച്ചുകൊണ്ടിരിക്കാതെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരനെ കൊണ്ട് ആ MLA എവിടെയാണെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ പിടിക്കാമായിരുന്നു
എന്തുകൊണ്ടാണ് പിടിക്കാത്തത്? എന്താണ് മുഖ്യമന്ത്രിയുടെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാത്തത് എന്നൊരു ചോദ്യം ഒന്ന് ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഉത്തരം പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയാ. അതിന് അതിവൈകൃതം രതിവൈകൃതം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരം പറയണം. ഞങ്ങളുടെ പോലീസിന് പിടിക്കാൻ പറ്റില്ലെങ്കിൽ പിടിക്കാൻ പറ്റില്ല എന്ന് പറയണം. ആരാണെങ്കിലും. അല്ല, ഇത്തരം വൈകൃതങ്ങൾ, ഇത്തരം കേസുകളൊക്കെ അടങ്ങിയ പരാതികൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെ കയ്യിലേക്ക് വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു ഇക്കാലം അത്രയും? ആരെക്കുറിച്ച്? കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് എന്തിനാ പറയണേ? അല്ല, കോൺഗ്രസിൽ ഇന്നലെ മുതലാണല്ലോ. ഇന്നലെ ഉച്ചയ്ക്ക് 2:26 മുതലാണല്ലോ. ഇന്നലെ ഉച്ചയ്ക്ക് 2:25 വരെ മാസങ്ങളോളം കയ്യിൽ വെച്ചിരുന്ന പരാതിയെ കുറിച്ചാണ് എന്റെ ചോദ്യം. മാസങ്ങളോളം കൈവച്ചിരുന്ന പരാതിയല്ലല്ലോ. നിങ്ങളുടെ പത്രത്തിൽ തന്നെ CPM-ൻ്റെ മുഖപത്രം തന്നെ ഇന്ന് എഴുതിയിട്ടുണ്ട്. നവംബർ 28 കിട്ടിയ പരാതി ഡിസംബർ 2 വരെ വെച്ചുകൊണ്ടിരുന്നു എന്നാണ്. അതിൻ്റെ തമാശ എന്താ വെച്ചാൽ അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. അതിനുശേഷം നടപടിയെടുത്ത് പുറത്തായ ഒരാളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്നേ. നിങ്ങൾ കോൺഗ്രസിലെ വേറെ വല്ല കാര്യങ്ങളും ഞാൻ ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ പോലീസിലേക്കോ മുഖ്യമന്ത്രിയിലേക്കോ കൈമാറിയ പരാതിയെക്കുറിച്ചോ അത് പിന്നീട് DGP-യിലേക്ക് എത്തിയതിനെക്കുറിച്ചോ ആ പരാതിയുടെ ഒരു കോപ്പി പ്രതിപക്ഷ നേതാവിന് വന്നതിനെക്കുറിച്ചൊന്നും അല്ല എൻ്റെ ചോദ്യം. അതിനൊക്കെ എത്രയോ മുമ്പ് ഇതൊക്കെ ഇങ്ങനെ വരാതെ തന്നെ നിങ്ങൾ നടപടിയെടുത്ത് ഞങ്ങളെയൊക്കെ രക്ഷിക്കണം, ഈ പാർട്ടിയെ രക്ഷിക്കണം, ഈ യൂത്ത് കോൺഗ്രസിനെ രക്ഷിക്കണം, സ്ത്രീകളെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണം, ഇതവിടെ ഉദ്യോഗസ്ഥർക്ക് ജീവിക്കാൻ വയ്യ, മറ്റ് സ്ത്രീകൾക്ക് ജീവിക്കാൻ വയ്യ, മാധ്യമപ്രവർത്തകരായ സ്ത്രീകൾക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിലെ നേതാക്കളുടെ മക്കൾക്ക് വലിയ രീതിയിലുള്ള പീഡനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നേതാവ് ഉൾപ്പെടെ VD സതീശൻ ഉൾപ്പെടെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ നൽകിയിട്ടുള്ള പരാതിയെക്കുറിച്ചാണ്, ആ പരാതികൾ ചർച്ച ചെയ്ത പാർട്ടിയെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. ഒരു പാർട്ടിയില്ല, പാർട്ടിക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല. പാർട്ടിയിൽ അങ്ങനെ ഒരാളില്ലെന്നേ. ഇല്ലാത്ത ആളെക്കുറിച്ച് എങ്ങനെയാണ് പറയുക? മുഖ്യമന്ത്രിക്ക് പറയാം. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങളെ ഞാൻ മുഖ്യമന്ത്രി നാളെ തൃശ്ശൂർ വരുന്നുണ്ട്. അപ്പം ഞാൻ പത്രലേഖരെ കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ പത്രലേഖയോടെ പറയാം, ഇങ്ങനെ മുഖ്യമന്ത്രി വരുമ്പോൾ ഈ കോൺഗ്രസ് പുറത്താക്കിയ പാലക്കാട്ട് MLA കുറിച്ച് ചോദിക്കണം, അദ്ദേഹത്തെ എന്തിനാണ് ഗവൺമെൻറ് സംരക്ഷിക്കുകയാണോ അതോ എന്താണ് പിടിക്കാത്തത്? ഇത്രയും കാലം വലിയ സ്ത്രീപക്ഷ നിലപാടൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രതിയെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കേരള പോലീസ് എത്തിയോ അതോ നിങ്ങൾ ഒളിപ്പിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് പറയാം. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ 2 നിലപാടുകൾ നമ്മൾ ചർച്ച ചെയ്യണം. 2 നിലപാടുകൾ. എന്ത് നിലപാടാണ്? ഒന്ന് കോൺഗ്രസിൻ്റെ നിലപാടും ഒന്ന് CPM-ൻ്റെ നിലപാടും. കോൺഗ്രസിൻ്റെ നിലപാടാണ് ഇന്നൊരു മേൽക്കൈ നേടിയിരിക്കുന്ന നിലപാട്. CPM-ൻ്റെ നിലപാട് ഇന്നലെ ഗോവിന്ദ മാഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാണ് എന്ന് വെച്ചാൽ ചോദ്യം ഇതായിരുന്നു. ശബരിമല, ഇവിടെ ശ്രീ ജേക്കബ് ജോർജിനോട് എനിക്ക് ആ ചോദ്യം ചോദിക്കാനുണ്ട്. അദ്ദേഹം ഒരു പാർട്ടിക്കാരനല്ല, എന്നാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയണം. അതായത് ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കൊള്ള ചെയ്ത കേസിൽ ഒന്നാം കേസിൽ അറസ്റ്റിലായി ജയിലിലായി, 2ാം കേസിൽ അറസ്റ്റിലായി ജയിൽവാസം നീട്ടിക്കൊടുത്തു. ആ നേതാവ് പത്തനംതിട്ടയിലുള്ള പത്മകുമാറിനെ കുറിച്ച് പത്രലേഖകർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ഗോവിന്ദ മാഷോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ടൊരു പരിഹാസ ചിരിയാണ്. പിന്നെ ഗോവിന്ദ മാഷ എപ്പോഴും ഒരു അദ്ദേഹത്തിൻ്റെ മുഖം എപ്പോഴും പ്രസന്നവദനാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾ എന്തിനാ? ജയിലിൽ കിടക്കുന്ന ഒരാളെ എങ്ങനെയാണ് ഞങ്ങൾ പുറത്താക്കുക? അത് ജയിലിലല്ലേ എന്നാണ് ചോദിച്ചത്. അതൊരു നിലപാടില്ല. താങ്കൾക്കുള്ള അഭിപ്രായം പോലെ തന്നെ എനിക്ക് ശ്രീകുമാറിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ പ്രസന്ന വദനത കാണുമ്പോൾ എനിക്കും അങ്ങയോട് വലിയ സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ ഇതുവരെ താങ്കൾ പറഞ്ഞതിൽ ഇടപെടാതെ എല്ലാം കേൾപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഇനി ഞാൻ ഇടപെടുകയാണ്, ഒന്ന് ചോദിക്കുകയാണ്, താങ്കൾ എന്തിനെയാണ് ഈ സാമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? 2ഉം ഒരുപോലെയാണെന്ന് പറയുന്നത്. ഈ രതിവൈകൃതക്കാരൻ ഈ നാട്ടിലെ സ്ത്രീകളെ മുഴുവൻ മെസ്സേജ് അയച്ചും അല്ലാതെയും കടന്നുപിടിച്ച് റേപ്പ് ചെയ്തും പല രീതിയിൽ വരുത്തിയും അത് ഉണ്ടാക്കിയും അതിനുശേഷം അത് ഛിദ്രം വരുത്താൻ വേണ്ടിയുള്ള ഗുളികകൾ പലരുടെ കൊടുത്തയച്ചും കോൺഗ്രസ്സുകാരായ പ്രവർത്തകരുടെ കൊടുത്തയച്ചും ഒക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചും കൊലപ്പെടുത്താൻ ശ്രമിച്ചും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഒക്കെ കോൺഗ്രസ് മെഷീനറിയെ ഉപയോഗിച്ചുകൊണ്ട്, അത് സമൂഹ മാധ്യമ മെഷീനറി ആണെങ്കിൽ അതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ MLA സ്ഥാനം പോലും ഉണ്ടാക്കിയെടുത്ത് വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വരെ ആയി. ഇങ്ങനെയൊക്കെയാണെന്ന് ആ കൂട്ടർ തന്നെ, അവരുടെ കൂടെയുള്ളവർ തന്നെ പരാതി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവരെ പോലും ഇപ്പോഴും അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് ഒരു അഴിമതിയുടെ ചർച്ചയാണല്ലോ ശബരിമലയുമായി ബന്ധപ്പെട്ട്, അതിപ്പോഴും കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
ആ അന്വേഷണം പൂർത്തിയായി വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് തന്നെ ചർച്ച ചെയ്യാം. അത് രണ്ടും കൂടി താങ്കൾ ഒരുപോലെ തുലനം ചെയ്യുകയാണോ, സാമ്യപ്പെടുത്തുകയാണോ? ഇപ്പോഴത്തെ പത്മകുമാറിനെ പുറത്താക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ചെയ്യുന്നത് പോലെയാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പീഡകനെ MLA സ്ഥാനം കൊടുത്ത് ഇന്നലെ വരെ 2025 ഡിസംബർ 4 വരെ അദ്ദേഹത്തെ കൊണ്ടു നടന്ന് തീറ്റിപ്പോറ്റി ഇതുപോലെ ആക്കിയിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ ഒരു ഉത്തരവാദിത്വമില്ലാതെ ചവിട്ടി തേക്കാൻ കൂട്ടുനിന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞ് ന്യായീകരിക്കുന്നത്? ഡോക്ടർ ലാലൻ, നിങ്ങളിങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ രോഷം എനിക്ക് മനസ്സിലാവും. അതായത് കൈരളിക്ക് താല്പര്യമുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഗതി മാറിപ്പോവാണെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരും. ഞാൻ നിലപാടെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലല്ലേ? നിലപാടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്ത് ഇന്നലെ ഒരാളെ പുറത്താക്കി. അതുപോലെ CPM-ലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എടുത്ത നിലപാട്, അതാണ് നിലപാട്. മറ്റേ നിലപാട് അതും ഞാൻ ചോദിക്കാം. കോൺഗ്രസ് എന്ന് തൊട്ടാണ് ഈ നിലപാടെടുത്തത്? ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നാട്ടുകാർ മുഴുവൻ ചൂലുമെടുത്ത് റോഡിൽ ഇറങ്ങി നിൽക്കുന്ന അവസരത്തിൽ, എവിടെ കയ്യിൽ കിട്ടിയാൽ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അവസരത്തിൽ അപ്പോൾ പോലും നിലപാടെടുക്കാതെ കോടതി മുൻകൂർ ജാമ്യം ചവിട്ടി ദൂരെ എറിഞ്ഞ സമയത്ത്, ചവിട്ടുകുട്ടയിലേക്ക് എടുത്ത് എറിഞ്ഞ സമയത്ത് അടുത്ത നിമിഷത്തിൽ പുറത്താക്കിയ ഒരാളെക്കുറിച്ചാണ് താങ്കൾ ഇതേപോലെയുള്ള 2 പേരെക്കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങളുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുകൾ തട്ടിൽ ഇപ്പോഴുമുണ്ട് 2 MLA-മാർ. പേര് ഞാൻ പറയണോ? പറയുന്നില്ല. മുഖ്യമന്ത്രിയും അദ്ദേഹം ആയിട്ട് പറഞ്ഞില്ല പേര്, മാധ്യമപ്രവർത്തകരെ കൊണ്ട് പറയിച്ചു. ആ 2 പേരുകൾ ഇപ്പോഴും അവിടെയുണ്ട്. ഇന്നലെ വരെ നടപടി എടുത്തിട്ടില്ല. അതുപോലെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് താങ്കൾ ഇപ്പോഴും സാമ്യപ്പെടുത്തുകയാണോ? രണ്ടും ഒരുപോലെയാണോ? അല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ വായിലോട്ട് തിരുതി കയറ്റണ്ട. ഇത് കേൾക്കുന്ന സഖാക്കൾ കൈയടിച്ചോട്ടെ. 2 നിലപാടെന്ന് പറഞ്ഞാൽ CPM ഈ വക കാര്യത്തിലെടുത്ത നിലപാട്, അതായത് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഒരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അയച്ചു കൊടുത്തപ്പോൾ അന്ന് അത് പോലീസിൽ ഏൽപ്പിക്കാത്തത് എന്താണെന്ന് പത്രലേഖകർ ചോദിച്ചപ്പോൾ പോലീസിലാണ് പരാതി കൊടുക്കേണ്ടെങ്കിൽ പോലീസിലല്ലേ കൊടുക്കേണ്ടത്, എൻ്റെ കയ്യിലല്ലല്ലോ തരേണ്ടത് എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ 2 അംഗ കമ്മീഷനെ അന്വേഷിക്കാനായിട്ട് വെച്ചു. ഒന്ന് ശ്രീമതി ടീച്ചറും ഒന്ന് AK ബാലനും, 2 പേരും കൂടെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ നിന്നാണ് പ്രശസ്തമായ ഒരു വരി ഉണ്ടായത്. ജേക്കബ് ജോർജിനൊക്കെ അറിയാമല്ലോ എന്താണ് ആ വരി എന്നുള്ള ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ മിനിങ്ങാന്നൊക്കെ രക്ഷപ്പെടുത്താനോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ ഇന്നലെ വരെ സംരക്ഷിച്ചത് ശരിയാണ് എന്ന് പറയാനാണോ താങ്കൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ വരെ അത് കേട്ടോണ്ടിരുന്നു. എന്നിട്ടിപ്പോൾ ഞാൻ പറയുന്നത് ലാലിന് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷേ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. നടക്കില്ല ലാലെ. നിലപാട് വ്യക്തമാക്കി. കോൺഗ്രസ് എടുത്ത നിലപാട് CPM-ന് പറ്റില്ല. ഇത് മുഖ്യമന്ത്രി നിലപാട് കോൺഗ്രസിന് എന്ത് നിലപാട്? അങ്ങനെയാണെങ്കിൽ M. വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും ഒക്കെ ഇപ്പോഴും അവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ നിലപാട് അവർക്ക് ബാധകമല്ലാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, കോൺഗ്രസിന് തന്നെ മനസ്സിലായി, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പീഡകൻ ചെയ്തത് ഈ നാട്ടിൽ നിരക്കാത്ത കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വൈകൃതങ്ങൾക്ക് അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. അതുകൊണ്ട് അയാളെ വച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. നാട്ടുകാരിൽ നിന്ന് ഒരു ക്ഷമയും ഉണ്ടാകില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഇന്നലെ അക്കാര്യത്തിലൊരു നിലപാടെടുത്തത്. അല്ലാതെ വേറെ ഒന്നും ആ നിലപാടേ അല്ല അത്. നിങ്ങൾ സാധാരണ ചർച്ചകളിൽ നിങ്ങൾ എത്ര ഇടപെട്ടാലും ഞാൻ ചിലപ്പോൾ തിരിച്ചു വയ്ക്കും. ഇപ്പം ഞാൻ ഇടപെടില്ല. എന്താ അറിയാമോ? നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളുടെ രോഷം എനിക്കറിയാം. കാരണം നിങ്ങൾ പെട്ടുപോയി. നിങ്ങൾക്ക് നിലപാടില്ലാത്തതുകൊണ്ട് നിങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണിപ്പോൾ. കാരണം 2 പ്രതിസന്ധിയിലാണ് CPM പെട്ടിരിക്കുന്നത്. ഒന്ന് ഈ ഒരു നിലപാട് പ്രതിസന്ധി, 2 ഞാൻ പറഞ്ഞ ശബരിമല പ്രതിസന്ധി. അതിൽ ഒരാൾ ജയിലിൽ കിടക്കുന്ന ഒരാൾ പാർട്ടി മെമ്പറാണ്, പാർട്ടി നേതാവാണ്. അക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വിഷമം എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തിരിച്ചിങ്ങനെ എന്തൊക്കെ പ്രകോപിപ്പിച്ചിട്ട് എന്നെ നിങ്ങൾ മോശമാക്കാൻ ശ്രമിച്ചോളൂ, ഞാൻ ഇയാളെ ന്യായീകരിക്കാമെന്ന് എന്നൊക്കെ പറഞ്ഞോളൂ. അതൊന്നും വിഷമമല്ല ഈ ചർച്ചയിൽ. ഇന്നത്തെ ഒറ്റ കാര്യം താങ്കൾ വിശദീകരിച്ചാൽ മതി. ഇന്നലെ ഉച്ചയ്ക്ക് 2:26 ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ എന്തായിരുന്നു പ്രത്യേകിച്ച് കാരണം? ഇന്നലെ ഉച്ചയ്ക്ക് 2:26 പുറത്താക്കിയേക്കാം. രാഹുകാലം നോക്കി അങ്ങ് പുറത്താക്കാൻ എന്തായിരുന്നു ഇന്നലത്തെ പ്രത്യേകത? മറ്റ് 2 പേരെ പുറത്താക്കാതെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം പുറത്താക്കിയതിന് എന്ത് കാരണമാണ് കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത്?
നിങ്ങൾ ഇത്രയും കാലം ഇപ്പോൾ ഈ ചരിത്രമൊന്നും അറിയാതാണോ ഇന്നിപ്പോൾ ഈ വാർത്ത ഈ ചാനൽ ചർച്ച സംഘടിപ്പിക്കുന്നത്? അല്ല, കോൺഗ്രസ് അതിന് എന്താ കുറേ പറയുന്നതെന്ന് കാലമായിട്ട് അറിയാനുള്ള ചർച്ച ആഗ്രഹം ചെയ്യുന്നതാണ് കൊണ്ടാണ്. കേരളം ഇത്. നിലപാടില്ല എന്നുള്ളത് എനിക്കറിയാലോ, ആ അല്ല, വാർത്ത കുറേ കാലം എനിക്കറിയാമല്ലോ. ചർച്ച ചെയ്യുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കിതൊന്നും അല്ല, എന്തിനാ ഇതൊക്കെ ഇത്ര വലിയ ഒരാഴ്ചയായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് അതിന്റെ അന്ത്യത്തിലെത്തിയ ഡിസ്മിസ് എന്താണെന്ന് അറിയില്ലേ? അന്ത്യത്തിലെത്തിയിട്ടില്ല. അത് കഷ്ടമാണ്. കാരണം ഇതിങ്ങനെ ആദ്യം തീരാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ അങ്ങനെ പറഞ്ഞാൽ ഇത് അന്ത്യമാകുമോ? ഇത് അന്ത്യമാക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. അന്ത്യമായോ? ഡിസ്മിസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കോൺഗ്രസിൽ നിന്നും പുറത്താക്കുക വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അല്ല, ഒരു മുൻകൂർ ജാമ്യം കോടതി കൊടുക്കുന്നില്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യാം എന്നാണോ കോൺഗ്രസിന്റെ ഭരണഘടന പ്രകാരം ഉള്ളത്? അതുകൊണ്ടാണോ ഇന്നലെ ഉച്ചയ്ക്ക് 2:26 വരെ കാത്തിരുന്നത്? അല്ല, ലാലിനത് പറയാം, ഡോക്ടർ ലാലിനത് പറയാം. കാരണം നിങ്ങളുടെ ഒരു ആവശ്യമാണത്, പറഞ്ഞോളൂ. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയല്ല. ഇന്നലത്തെ കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് CPIയുടെ മുഖപത്രം ജനയുഗം, അതുകൂടെ പറയാം. ജനയുഗം ഒരു മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ കോൺഗ്രസ് പുറത്താക്കിയ പാലക്കാട്ടെ MLA കുറിച്ചുള്ള വളരെ രൂക്ഷമായ പ്രതികരണത്തിന് ശേഷം അതിൻ്റെ അവസാനം ഒരു പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ പ്രോസിക്യൂഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ സമൂഹത്തിന് ദോഷമായി ചെയ്യുന്നവരൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറാകണം. എന്നുവെച്ചാൽ ഗവൺമെൻറ് തയ്യാറാകണമെന്നൊരു ഉപദേശം ജനയുഗം കൊടുത്തിട്ടുണ്ട്. അത് ആരെക്കുറിച്ചാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അല്ല, അക്കാര്യത്തിൽ രണ്ടുപേർ ഇപ്പോഴും ഉണ്ട് കോൺഗ്രസിന്റെ തലപ്പത്ത് എന്നുള്ളത് കൂടി ജനയുഗം മനസ്സിൽ വെച്ചിട്ടുണ്ടാകണം. അത് അവർ പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഞാൻ വരാം, അങ്ങയിലേക്ക് വരാം. N. ശ്രീകുമാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളുടെ കൂടി സുഹൃത്ത് ആയ ശ്രീ ജേക്കബ് ജോർജിനോട് ഞാൻ ഈ കാര്യം ഒന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ N. ശ്രീകുമാർ ന്യായീകരിക്കുന്നത് ശ്രീ ജേക്കബ് ജോർജ് താങ്കൾ കേട്ടല്ലോ. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. നോക്കൂ, എത്ര മഹത്തായ ഉദാത്തമായ നിലപാടെടുത്ത കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ ഒരു ഭാഗത്ത് നിർത്തുന്നു, അപ്പുറത്തെ നിലപാടെടുക്കാത്ത ശബരിമലയുണ്ട്. ഇതുപോലെയുള്ള കേസുകൾ വന്നപ്പോൾ ഒക്കെ നിലപാടെടുക്കാത്ത ഒരു പാർട്ടി അപ്പുറത്തുണ്ട്. അതിന് കോൺഗ്രസിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റില്ല എന്ന തരത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് N. ശ്രീകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്ര ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യുകയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ളതിന് ഇതിനപ്പുറം ഒരു തെളിവ് വേണോ? ഇത് ജനം പൊറുക്കുമോ? ഇതാണോ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ കൈക്കൊള്ളേണ്ട നിലപാട്? അല്ല, ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത് കേരളത്തെ ഞെട്ടിച്ച ഒരു സ്വർണ്ണക്കൊള്ളയാണ്. ഭഗവാന്റെ സ്വർണം, അയ്യപ്പൻ്റെ സ്വർണം, അത് കിലോ കണക്കിന് അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് നിയോഗിച്ച ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരാണ്. സ്വാഭാവികമായിട്ടും അത്. പക്ഷേ ഞാൻ അതിൽ ശ്രീകുമാറിനെ ഓർമ്മിപ്പിക്കുന്നത്, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, ഈ ഇത്രയും പേര് അതിൽ പ്രതിയായിട്ടും ഗവൺമെൻറ് ഉദ്യോഗസ്ഥ തലത്തിലോ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിലോ തലത്തിലോ ഒരു ഒരു വിരൽ പോലും അനക്കിയിട്ടില്ല. അത് അന്വേഷണം നടക്കട്ടെ. കാരണം കേരള പോലീസാണ് ഇത് അന്വേഷിക്കുന്നത്. കേരള പോലീസിൻ്റെ SIT ആണ് അന്വേഷിക്കുന്നത്. അതിനകത്ത് യാതൊരു വിഘ്നവും സർക്കാരായിട്ട് വരുത്തിയിട്ടില്ല. എന്നൊരക്ഷരം അതിനെതിരെ ഉരിയാടിയിട്ടില്ല സർക്കാർ. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ. അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ ഒരു സംസ്ഥാന നേരത്തെ അതിൻ്റെ ചെയർമാനായിരുന്ന ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്ന ഒരു മുൻ MLA, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ 2 കേസിൽ, അമ്പലക്കൊള്ള തന്നെയാണ് വിഷയം, 2 കേസിൽ അദ്ദേഹം പ്രതിയാണ്. അദ്ദേഹത്തെ എന്തുകൊണ്ട് പാർട്ടിക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് ചോദിക്കുന്നത്. N. ശ്രീകുമാറിന്റെ ആഗ്രഹം അതാണ്. ഇന്ന് ഈ 9 മണി വരെ ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. വേറെ ദിവസം എടുക്കാം. അത് കോൺഗ്രസിൻ്റെ ഒരു വക്താവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ദിനപത്രത്തിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന N. ശ്രീകുമാർ അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാം. അതൊരു ചോദ്യം, ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്, രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്, അതിനകത്തൊരു മുനയുള്ള ചോദ്യം തന്നെയാണ്. പക്ഷേ ഞാൻ കാണുന്നത് വേറൊരു കാഴ്ചപ്പാടും കൂടെ ഉണ്ടാകുമല്ലോ. ഈ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താമായിരുന്നോ? ഞാനത് തടസ്സപ്പെടുത്താമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ആയിരുന്നുവോ ആയിരുന്നില്ലേ?
ഒരു അക്ഷരവും അതേക്കുറിച്ച് മിണ്ടിയിട്ടില്ലല്ലോ ശ്രീകുമാർ. ശ്രീ ജേക്കബ് ജോർജ്, അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാട്ടുകയാണത്, എൻ ശ്രീകുമാർ തുലനം ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് താങ്കൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് തെമ്മാടിക്കൂട്ടത്തിൻ്റെ നായകൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇതുമായിട്ടാണോ താരതമ്യം ചെയ്യേണ്ടത്? ഈ നാട്ടിൽ ആദ്യത്തെ സംഭവമല്ല അഴിമതി എന്ന് പറയുന്നത്. അഴിമതി നമുക്ക് വെച്ചു പൊറിപ്പിക്കാൻ പാടില്ലാത്തതാണ്. അതിനെ ആ രീതിയിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കോടതിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ താങ്കൾ പറഞ്ഞ പോലെ ഇടപെടുന്നില്ല, അതിന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ വഴിയൊരുക്കുന്നു. അത് ആ ഭാഗത്ത് നടക്കട്ടെ, നമ്മളത് പറഞ്ഞു വെച്ചു. പക്ഷേ ഇപ്പുറത്ത് ഈ രീതിയിൽ ഭീകരമായി സ്ത്രീകളെ, വനിതാ നമ്മുടെ മക്കളെ, സഹോദരിമാരെയൊക്കെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ പീഡിപ്പിച്ചൊരു MLA നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് കൂട്ടുപിടിക്കുക, കുടപിടിക്കുക, എന്താണത് സർ? അല്ല, അതിനകത്ത് രണ്ട് കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, ഇടതുപക്ഷ സർക്കാർ, 10 വർഷം പൂർത്തിയാക്കാൻ തുടങ്ങുന്ന സർക്കാർ, ആ സർക്കാർ ആ കാര്യത്തിൽ ഒരു നിശ്ചയദാർഢ്യം കാണിച്ചു. അഴിമതിക്കാർ പോലീസ് പിടിച്ചോട്ടെ, പോലീസിന് ക്ലീൻ ചിറ്റ് കൊടുക്കുക, പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുക. ആ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും തടസ്സം നേരിട്ടതായിട്ട് നമ്മുടെ പത്രക്കാരല്ലേ, കേരളത്തിലെ പത്രക്കാർ, ഞാനൊക്കെ, നമ്മൾ ശ്രീകുമാറും ഞാനും ഒക്കെ അതിൻ്റെ ഭാഗമായിരുന്നതാണ് പത്രക്കാരുടെ. നമുക്കറിയാമല്ലോ, നമ്മുടെ മിടുക്കന്മാർ പത്രക്കാരാണ്. ഞാൻ പറയാറുള്ളത്, ലോകത്തിലെ ഏറ്റവും മിടുക്കൻ പ്രഗത്ഭരായ പത്രപ്രവർത്തകർ കേരളത്തിലാണ് ഉള്ളത്. ഈ ഇന്ത്യയിൽ കേരളത്തിലാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഒരു കാര്യം കിട്ടിയാൽ കൊടുക്കും. ഇപ്പോൾ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ്, ഓരോ കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ കുറേ ആൾക്കാർ അവിടെ മഴയും കൊണ്ട് കിടക്കുക കർണാടകയിൽ ആ രാഹുലിനെ പിടിക്കാൻ. എത്രയോ ദിവസങ്ങളെ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. അതുപോലെ എന്തെങ്കിലും ചലനം, ഈ സ്വർണ്ണക്കൊള്ള അത് പിടിക്കാതിരിക്കാൻ പോലീസിനെതിരെ എന്തെങ്കിലും ചെറുതായ ഒരു നീക്കമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പത്രക്കാർ കണ്ടുപിടിക്കുമായിരുന്നില്ല. ഒന്നുമില്ലല്ലോ, ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയോ ഏതെങ്കിലും ദേവസ്വം മന്ത്രിക്കെതിരെയോ ഒരു കണിക പോലും തെളിവ് ആ കാര്യത്തിൽ ആ നിലയ്ക്ക് കണ്ടിട്ടില്ല. അത് നിലപാട് വ്യക്തം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സ്വർണ്ണക്കൊള്ള നടത്തിയോ, അനുഭവിക്കട്ടെ, ആരാണെങ്കിലും അനുഭവിച്ചോട്ടെ, ഞങ്ങളുടെ പാർട്ടിക്കാരായിരിക്കും, ആരാണെങ്കിലും അനുഭവിച്ചോട്ടെ, അത് അവരുടെ വഴിക്ക് വിട്ടേക്കുക. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശ്രീകുമാർ വേറെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കതിനകത്ത് പങ്കില്ല. ശരി, CPIM നേതാവ് ഡോക്ടർ VPP മുസ്തഫ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തോടു കൂടി ഒന്ന് ചോദിക്കാം ഈ കാര്യത്തെക്കുറിച്ച്. ശ്രീ N ശ്രീകുമാർ പറഞ്ഞത് ഡോക്ടർ മുസ്തഫ താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ N ശ്രീകുമാർ നമ്മളോടൊപ്പം ചർച്ചയിലിരുന്ന് കോൺഗ്രസ് ഭാഗത്തെക്കുറിച്ചൊരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ താങ്കളുടെ മുമ്പാകെ ഒന്ന് വെക്കുകയാണ്. അതായത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അയാൾ കാണിച്ച വൈകൃതങ്ങളൊക്കെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിൽ കോൺഗ്രസ്കാർ ഉൾപ്പെടെ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനെ മുഖ്യമന്ത്രി ഒന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണി വരെ സംരക്ഷണം ഒരുക്കിയവർ അത് കഴിഞ്ഞപ്പോൾ പുറത്താക്കി, പെട്ടെന്ന് എല്ലാ സംരക്ഷണവും പിൻവാങ്ങി എന്നൊക്കെ നമുക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലല്ലല്ലോ കാര്യങ്ങൾ. അത് സ്വാഭാവികവുമല്ലല്ലോ അങ്ങനെ ചിന്തിക്കുന്നത്. അത് ഞാൻ ചോദിച്ചപ്പോൾ 2 നിലപാടാണ് അദ്ദേഹം രണ്ട് പ്രസ്ഥാനങ്ങളുടെ നിലപാടുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ഇങ്ങനൊരു പീഡകനെക്കുറിച്ചുള്ള കാര്യം വന്നപ്പോൾ അയാളെ പുറത്താക്കി നിലപാടെടുത്തിരിക്കുന്നു. ഇപ്പുറത്ത് സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഒരു പാർട്ടി പ്രവർത്തകനെ അതിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ നിലപാടില്ല. ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, ശ്രീകുമാർ ചേട്ടൻ ഉൾപ്പെടെ നമ്മുടെ കോൺഗ്രസിന്റെ ആളുകളെല്ലാം എന്തുമാത്രം നിർലജ്ജം കള്ളം പറയുകയാണ്. ഒരു സ്ത്രീ പീഡകൻ, സാമൂഹ്യ വിരുദ്ധൻ, പൊതുജീവിതത്തിന് അങ്ങേയറ്റം മാനക്കേട് വരുത്തിയ ഒരാൾ, പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, ഒറ്റ സെക്കൻഡ്, താങ്കൾ ചോദിച്ചോളൂ. താങ്കൾ നേരിട്ട് ചോദിച്ചോളൂ. ഒരു മിനിറ്റ് മുസ്തഫ ഒരു മിനിറ്റ്. താങ്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഡോക്ടർ ലാല്. അതായത് ഞാൻ 2 നിലപാടെന്ന് പറഞ്ഞത് ഈ നിലപാടും ശബരിമല നിലപാടല്ല. ജേക്കബ് ജോർജ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വിഷയത്തിൽ CPMഉം കോൺഗ്രസും എടുത്ത 2 നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഈ വക വിഷയങ്ങളിൽ ലൈംഗികാരോപണ കേസിൽ കോൺഗ്രസ് എടുത്ത നിലപാടും CPM എടുത്ത നിലപാട്, ഞാൻ നിലപാട് 2 പറഞ്ഞത്. അതിൽ ശബരിമല ഞാൻ കൂട്ടി ആ നിലപാടല്ല പറഞ്ഞത്. ശ്രീ ലാല് താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചാണ്. ശരി, താങ്കൾ അത് വിശദീകരിച്ച സ്ഥിതിക്ക് ഞാൻ ഡോക്ടർ മുസ്തഫയോട് ആ കാര്യം ഇടുകയാണ്. ഇതേ ഒരേ വിഷയത്തിൽ തന്നെ നിലപാടെടുത്ത പാർട്ടി കോൺഗ്രസ് ആണെന്നാണ് പറയുന്നത്.
അല്ല, അത് എവറല്ല, ഇതിപ്പോ ശ്രീകുമാർ ചേട്ടൻ മാത്രമായിട്ട് ഇന്ന് പറയുന്നതല്ലോ അല്ലേ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമാതിരി ന്യായീകരണങ്ങളാണല്ലോ. എന്താണ് ഇതിൽ വസ്തുത? യഥാർത്ഥത്തിൽ ഇവരെല്ലാം പറയുന്നത്, ശ്രീകുമാർ ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നതാണ്, പരാതി വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തിരുന്നു. ഇപ്പൊ പരാതിയും കൂടി വന്നപ്പോൾ ഞങ്ങൾ ഇത് അതിനേക്കാൾ ഗൗരവമായ നടപടിയെടുത്തു. ഇത് തന്നെ കള്ളമല്ലേ ശ്രീകുമാർ ചേട്ടാ? 2023 മുതൽ ശ്രീ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൈവശമില്ലേ? 2023 മുതൽ വന്ന ആ പരാതികളുടെ മേലെ അന്വേഷണം നടത്തി സംഘടനാപരമായിട്ടെങ്കിലും ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസ് തയ്യാറായോ? വി.ഡി. സതീശൻ തയ്യാറായോ? അന്നത്തെ KPCC പ്രസിഡന്റ് കെ. സുധാകരൻ തയ്യാറായോ? മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തയ്യാറായോ? നിങ്ങളെല്ലാം ഈ മാങ്കൂട്ടത്തിന് നല്ല സംരക്ഷണം കൊടുക്കുകയല്ലേ ചെയ്തത്? ഈ വിഷയം പൊതുമധ്യത്തിലേക്ക് വരുന്നത് എപ്പോഴാ? ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ. ആരാണ് സർ പുറത്തു കൊണ്ടുവന്നത്? CPIM പ്രവർത്തകരാണോ? ഏതെങ്കിലും കോൺഗ്രസ് വിരോധികളാണോ? റിനി ആൻഡ് ജോർജ്, ആ പേര് ശ്രീകുമാർ ചേട്ടൻ ഓർമ്മിക്കുമല്ലോ. റിനി ആൻഡ് ജോർജ് പറവൂർക്കാരിയാണ്, വി.ഡി. സതീശന്റെ അയൽക്കാരിയാണ്. അവരുടെ കുടുംബം പൊതുവിൽ ഇടതുപക്ഷത്തോട് താല്പര്യമുള്ളതാണെങ്കിലും റിനി എന്ന് പറയുന്ന യുവ നടി കൂടിയായ, മുൻ മാധ്യമപ്രവർത്തക കൂടിയായിട്ടുള്ള ഇവർ കോൺഗ്രസ് സഹയാത്രികയാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തവരാണ്. ആ റിനി ആൻഡ് ജോർജിന്റെ 2025 ഓഗസ്റ്റിൽ പൊതുസമൂഹത്തോട് ഈ മാങ്കൂട്ടത്തിനെതിരെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അവരെന്താ പറഞ്ഞത്? ഞാൻ 1.5 വർഷം മുമ്പേ എന്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള വി.ഡി. സതീശന്റെ അടുത്ത് ഈ പരാതി പറഞ്ഞു, എന്നിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. ഈ കാര്യം മാധ്യമങ്ങൾ വി.ഡി. സതീശനോട് ചോദിച്ചപ്പോൾ വി.ഡി. സതീശൻ അഡ്മിറ്റ് ചെയ്തത് എങ്ങനെയാണ്? ശരിയാണ്, എന്നോട് അവർ പരാതി പറഞ്ഞിരുന്നു, ഞാനൊരു പിതാവിനെ പോലെ ഈ കാര്യം സംസാരിച്ചു തീർത്തു എന്നല്ലേ. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ? അപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ പരാതി വരുന്നതിന് മുമ്പേ, ഔദ്യോഗികമായി പരാതി വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു, നടപടിയെടുത്തു എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ഈ വി.ഡി. സതീശനും KPCC പ്രസിഡന്റും ശ്രീകുമാർ ചേട്ടനും ഉൾപ്പെടെ ശ്രമിക്കുന്നത് പച്ച കള്ളമല്ലേ? നിങ്ങൾ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? നിങ്ങളുടെ മുന്നിൽ നേരത്തെ തന്നെ ഈ പരാതികളുണ്ട്. ആ പരാതികളിൽ വി.ഡി. സതീശൻ ഇടപെട്ടു. എന്നിട്ട് പിതാവിനെ പോലെ സംരക്ഷിച്ചത് എങ്ങനെയാ? അങ്ങനെ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഇരയാക്കപ്പെട്ട മാങ്കൂട്ടത്തിന്റെ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവണതകളെ, ഈ തെറ്റായ ശൈലിയെയും ശീലത്തെയും വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പരാതി കിട്ടിയപ്പോൾ നേരെ ചൊവ്വെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന കോൺഗ്രസ് സഹയാത്രികയായിട്ടുള്ള യുവ നടിയും യുവ മാധ്യമ പ്രവർത്തകയുമായിട്ടുള്ള അവർ ഇത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമായിരുന്നു. അത് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു നീതി കിട്ടാതിരുന്നത് കൊണ്ടല്ലേ അവരിത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അവര് വിളിച്ചു പറഞ്ഞതിന് ശേഷമല്ലേ നിങ്ങളിത് സസ്പെൻഡ് ചെയ്തത്. അല്ലാതെ റിനി ആൻഡ് ജോർജ് പറയുന്നതിന് മുമ്പ്, ആഗസ്റ്റിന് മുമ്പേ നിങ്ങൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? പരാതി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നപ്പോഴാണ് നിങ്ങൾ സസ്പെൻഡ് ചെയ്തത്. അതും നിൽക്കക്കല്ലില്ലാതെ ഒരുപാട് ദിവസം ഉരുട്ടി കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ സസ്പെൻഡ് ചെയ്തത്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് പരാതി വരുന്നതിന് മുമ്പേ ഞങ്ങൾ എടുത്തു? അപ്പൊ അവിടെ തന്നെ നിങ്ങൾ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഡോക്ടർ മുസ്തഫ, അതിനേക്കാൾ ഗൗരവമുള്ള ഒരു അവസ്ഥയുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ആ കാര്യവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് ചിലർ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ട്, സംരക്ഷണം ഒരുക്കിയവർ അതിൽ നിന്ന് പിന്മാറണമെന്നൊരു മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായിരിക്കുകയാണ്. അത് നമുക്കറിയാം, ഒരു പ്രസ്ഥാനത്തിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉള്ളവർ എന്താണ് അതിൻ്റെ തലപ്പത്തുള്ള, ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുള്ള നേതാക്കന്മാർക്ക് ഉയർത്തിയിരുന്ന ഭീഷണി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ്. ആ നേതാക്കന്മാർക്ക് അതിനകത്ത് ജീവിച്ചു പോകാൻ പറ്റാത്തവണ്ണം സമൂഹ മാധ്യമ ഉപകരണങ്ങളിലൂടെ അവരെ എങ്ങനെയാണ് തേജോവധം ചെയ്തത് എന്നത് നമുക്ക് അറിയാൻ സാധിച്ചതാണ്. അവരൊക്കെ ചേർന്ന് ഇപ്പോഴും ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു, അയാൾക്ക് ഒളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഒരു ഘട്ടമുണ്ട് എന്ന് ഞാൻ ശ്രീകുമാറിനോട് ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയാണ് അതിന് ഉത്തരം പറയേണ്ടത്, അവരുടെ പാർട്ടിയുടെ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എന്ന നിലപാടും അദ്ദേഹം എടുത്തു. ശ്രീ ലാലെ, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യം അങ്ങേയറ്റം വസ്തുതാപരമല്ലേ? ഇത് ഇങ്ങനെ ഒരു സെക്ഷൽ പർവേർട്ടിനെ
ഒരു സാമൂഹ്യ വിരുദ്ധനെ, കോൺഗ്രസിനെ പോലും ഇന്നത്തെ ഈ കടുത്ത പ്രതിസന്ധിയിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് കോൺഗ്രസിനെ ഇത്ര അത്യഘാതമായ പ്രതിസന്ധിയിലേക്ക് എത്തിച്ച വിഷയത്തിൽ അയാൾ ഇപ്പോഴും ഇങ്ങനെ ഒളിവിൽ കഴിയുന്നത് ഇവരുടെ സംരക്ഷണത്തിലല്ലാതെ പിന്നെ എങ്ങനെയാ? അയാൾ ഇപ്പോഴും ഈ കർണാടകത്തിലല്ലേ ഉള്ളത്. കർണാടകത്തിൽ അയാൾക്ക് ധൈര്യപൂർവ്വം കടന്നെല്ലാം കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ കാസർകോട്ടെ ചില കേന്ദ്രങ്ങളുടെ പേരുകൾ ഇന്നലെ അഭ്യൂഹമായിട്ട് വന്നല്ലോ. ആ പറഞ്ഞ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലാലെ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിന്റെ അപൂർവം ചില പോക്കറ്റുകളാണ്. ഈ വെള്ളരിക്കുണ്ടെന്നും ബളാലെന്നും ഈസ്റ്റലേരിയും. കാരണം അത് പുതിയ ബന്ധുവല്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയാൽ നമുക്കറിയാമല്ലോ, വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ ആളല്ലേ. ഈ കള്ളത്തരം എന്ന് പറയുന്നത് ഇയാളുടെ കൈവശമുള്ളത് ഈ സെക്ഷൽ വിഷയത്തിൽ മാത്രമല്ലല്ലോ. സ്വന്തം പാർട്ടിക്കകത്ത് തനിക്കൊരു പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ ആളല്ലേ. അതിനയാളെ സഹായിച്ചയാളാണ് കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റൽ ഏരിയയിലുള്ള യൂത്ത് കോൺഗ്രസുകാർ. ആ കേസിൽ അവർ പ്രതികളാണ്, കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റൽ ഏരിയയിലുള്ള കോൺഗ്രസുകാർ. അപ്പൊ ഇങ്ങനെയുള്ള കോൺഗ്രസ് താവളങ്ങളിൽ ഇയാൾക്ക് സംരക്ഷണം ഒരുക്കുകയല്ലേ. അതെല്ലാം ഈ നേതാക്കൾ അറിയാതെയാണോ? അതുകൊണ്ടല്ലേ ലാലെ ഓർമ്മിക്കുമല്ലോ, ഈ പിന്നെ അതിജീവിത പരാതി കൊടുക്കുന്നതിന്റെ തലേ ദിവസം കെ സുധാകരൻ നടത്തിയ പ്രസ്താവന എന്താ? അയ്യോ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊരു പാവത്താൻ, എത്ര നല്ല നിഷ്കളങ്കൻ, എത്ര നല്ല നേതാവാണ്, അയാൾ ധൈര്യപൂർവ്വം പുറത്തു വരട്ടെ എന്നല്ലേ തലേ ദിവസം പോലും പറഞ്ഞത്. ഈ വസ്തുതകളെല്ലാം അറിഞ്ഞിട്ടും കെ സുധാകരനെ പോലുള്ള ഒരാൾക്ക് അങ്ങനെയെല്ലാം മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? അപ്പൊ ഇവരെല്ലാം ചേർന്ന് നൽകുന്ന സംരക്ഷണം തന്നെയാണ്. ഈ വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ പോസ്റ്റ് ബുക്കിൽ എഴുതിയ പോലെ പറമ്പില്ലാതെ മാങ്കൂട്ടത്തിൽ ഉണ്ടാവൂലല്ലോ. അപ്പൊ ഇപ്പോഴും ഈ ഷാഫി പറമ്പിലേക്ക് പോലുള്ള ആളുകൾ തന്നെയല്ലേ ഇയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്. ആ സ്വാധീനം ഉപയോഗിച്ചു തന്നെയല്ലേ ഇയാൾ ഒളിവിൽ കഴിയുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെല്ലാം സമ്മതിക്കൂ ശ്രീകുമാർ ചേട്ടാ, ഇയാൾ അത്രയും വലിയ, ഞങ്ങൾ ഇത്രയും നാൾ ചുമന്ന് നടന്ന ഈ പറഞ്ഞ നിങ്ങൾ വലിയ യുവ കേസരിയായിട്ട് എഴുന്നള്ളിച്ച ഇയാൾ അത്രയും വലിയ ജീർണമായിരുന്നു. അങ്ങനെയെങ്കിലും തുറന്ന് സമ്മതിക്ക്. ക്രിമിനൽ വാസനയുള്ള നോക്കുക, കെ സുധാകരൻ, ഷാഫി പറമ്പിൽ, അടൂർ പ്രകാശിനെ പോലുള്ളവർ ന്യായീകരിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ ഏതർത്ഥത്തിലാണ് സംരക്ഷിക്കുന്നത് എന്ന് ജനങ്ങളുടെ മുമ്പാകെ അവർക്ക് സംശയം ഉണ്ടാകുമല്ലോ. പറയണ്ടേ ഇവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്തുകൊണ്ട് ന്യായീകരിച്ചു ഈ പറയുന്ന രാഹുലിനെ? നോക്കൂ ഡോക്ടർ ലാലെ, കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് പറയാൻ ഞാനാരാ? ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ. മുമ്പുള്ള കഥ പറഞ്ഞാൽ മതി. ആ മുമ്പുള്ള കഥയൊക്കെ കഴിഞ്ഞു. പിന്നെ കൈരളിക്ക് വേണ്ടി മുമ്പുള്ള കഥ പറയാൻ നിൽക്കുകയല്ലേ. കോൺഗ്രസ് ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഞാൻ പറയില്ല. അപ്പൊ ജേക്കബ് ജോർജിനെ കുറിച്ച് മിനിഞ്ഞാന്ന് തൊട്ട് അങ്ങോട്ട് കോൺഗ്രസിന് ഒരു ചരിത്രമേ ഇല്ലാന്ന് ഇനി പറഞ്ഞു കളയരുത്. അല്ലല്ല സൂത്രം കയ്യിൽ വെച്ചാൽ മതി. അതായത് നിലപാടില്ലാത്ത അതെ മുസ്തഫ, ഈ നിലപാടില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് മുസ്തഫയും ലാലും അനുഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ശ്രീ ജേക്കബ് ജോർജും കാണുന്നുണ്ട്. ഞാൻ ഈ ശബരിമല ഞങ്ങൾക്ക് എന്താണ് സാർ നിലപാടില്ലായ്മ? ഞങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഇവിടെ ഞാൻ ഒറ്റ മിനിറ്റ് പറയാം. ഇപ്പൊ ശ്രീകുമാർ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷത്തെ ചില നേതാക്കൾക്കെതിരെ ചില പരാതികൾ വന്നിട്ടുണ്ട് സർ. പക്ഷെ ഇതുപോലൊരു സയനൈഡ് മോഹൻ, അത് ഞങ്ങളുടെ കാസർഗോഡിന് കുറച്ചുകൂടി വടക്കോട്ട് മംഗലാപുരത്തുണ്ടായ ഒരു കഥാപാത്രമാണ്. മാധ്യമപ്രവർത്തനല്ലേ അറിയാമല്ലോ ശ്രീകുമാർ ചേട്ടനും. യുവതികളെ, പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ കാമദാഹത്തോട് കൂടിയിട്ട് പ്രേമം നടിച്ച് വളച്ചെടുക്കുകയും എന്നിട്ട് ഉപയോഗിച്ച് സയനൈഡ് കൊടുത്ത് കൊല്ലുകയും സീരിയൽ കില്ലറായിരുന്നു. ഇപ്പൊ പിടിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ അല്ല ഈ സാഹചര്യത്തിൽ സമാനമായിട്ട് ഏതെങ്കിലും ഇടതുപക്ഷ നേതാവിനെതിരെ കേസ് വന്നിട്ടുണ്ടോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിലതിൽ പോലീസ് കേസ് വന്നു, ഞങ്ങൾ ആ പറയുന്ന നേതാക്കളെ മാറ്റി നിർത്തി, പോലീസ് അന്വേഷിച്ചു, അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു. അതിനുശേഷമല്ലേ അവരൊക്കെ പാർട്ടിയുടെ ഏതെങ്കിലും പദവിയിലേക്ക് പിന്നെ തിരിച്ചു വന്നിട്ടുള്ളൂ. അതുപോലെയാണ് ഈ കേസ്. ഇതുപോലെ നിരന്തരം തുടർച്ചയായിട്ട് പരാതികൾ വന്ന ഏത് സംഭവമാണ്? ഇപ്പോഴുമുണ്ട് വിൻസെന്റിന്റെയും എൽദോസ് കുന്നപ്പിള്ളയുടെയും പേരൊക്കെ ഇന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കൊണ്ട് പറയിച്ചു. അതെ, അല്ല അവരൊക്കെ ജയിലിൽ കിടന്നില്ലേ? ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പരാതികൾ ഉണ്ടായിട്ടുണ്ട്, ഏതെങ്കിലും ആളുകൾ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ശ്രീകുമാർ
അല്ല, ഞാൻ എന്നെ കൊണ്ട് പേര് പറയിപ്പിക്കണ്ട. കാരണം ആരൊക്കെയാണുള്ളത് ഈ കോൺഗ്രസ്സുകാരെല്ലാം സ്ഥിരമായിട്ട് പറയാറുണ്ട്. ഞാൻ ആ പേരൊന്നും പറയുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു അധ്യായം അവസാനിച്ചു. പിന്നെ വെറുതെ നിങ്ങളുടെ കൂട്ടത്തിൽ ആ ആൾക്കാരില്ല എന്നൊന്നും പറയേണ്ട സ്വഭാവം എനിക്കില്ല. ഞാൻ നിലപാടിനെ കുറിച്ച് പറഞ്ഞു. ആ നിലപാട് കോൺഗ്രസ് എടുത്തു. CPM നിലപാടില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് CPM അനുഭവിക്കുന്നു, നാളെ അനുഭവിക്കും. അത് ആ വിഷയമല്ല. ആ വിഷയവും ശബരിമല വിഷയം കൂട്ടിക്കെടുത്തണ്ട. ശ്രീ ജേക്കബ് ജോർജിനോട് ഞാൻ ആദ്യമേ തുടക്കത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ജേക്കബ് ജോർജിനോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് അത് ലാലുവിൻ്റെ പോയതുകൊണ്ട് വിട്ടുപോയതാണ്. അതായത് ഈ ശബരിമല സ്വർണം കൊള്ളയടിച്ച കേസിൽ CPMൻ്റെ 2 നേതാക്കൾ ജയിലിൽ കിടപ്പുണ്ട്. ഈ 2 നേതാക്കളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണോ വേണ്ടേ എന്ന് പാർട്ടി നേതാവ് സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ജയിലിൽ കിടന്നവരെ ഞങ്ങൾ എന്തിനാണ് പുറത്താക്കുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കാർക്കും കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ മറ്റേ അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ കുറ്റാരോപിതനായാൽ അത് സമയത്തിന്റെ പ്രശ്നം കൂടിയുണ്ട്. ആ പ്രശ്നത്തിൽ കോടതിയുടെ അന്വേഷണം പൂർത്തിയായി നമ്മൾ അതിലെ കാര്യങ്ങൾ വരുമ്പോ ഇവരെ പുറത്താക്കിയില്ലെങ്കിൽ CPMന്റെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കാം അത്. പക്ഷേ എൻ ശ്രീകുമാർ, എനിക്ക് പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ മറ്റേ കാര്യത്തിൽ പറയൂ. നിലപാട് ഇല്ലാത്ത കാര്യം ഇവിടെ ഉണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒളിപ്പിക്കുന്നത് ഈ പറയുന്ന നേതാക്കളാണോ? അവർ ഇന്നലെ തൊട്ട് പുറത്താക്കി എന്നുള്ളത് വിശ്വസിക്കുന്നു, നമുക്ക് സമ്മതിക്കാം. പക്ഷെ മിനിഞ്ഞാന്ന് വരെ കൂടെ ഉണ്ടായിരുന്നവരാണ്. കെ സുധാകരൻ, ഷാഫി പറമ്പിൽ, ഇവരൊക്കെ. ചുമ്മാ അതൊന്നും വിളിച്ച് പറയല്ലേ അല്ലേ. കോൺഗ്രസ്സിലില്ലാത്ത ഒരാളെ ഒരു പ്രതി പിടിക്കാൻ പറ്റാത്ത പോലീസും മുഖ്യമന്ത്രിയെ കുറിച്ച് നമ്മളെന്ത് പറയാനാ? നിങ്ങൾ ഈ ചോദ്യം മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചപ്പോൾ ചോദിക്കുക എന്തെങ്കിലും പിടിക്കാത്ത ശ്രീകുമാർ പറയണ്ടല്ലോ ചോദിച്ചു. ശരി, ഇന്നലെ ഉച്ചയ്ക്ക് 2:26 വരെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നല്ലോ ഇദ്ദേഹം. ആ സമയത്ത് എവിടെയായിരുന്നു ഇദ്ദേഹം? 2:26 തൊട്ട് മുമ്പ് വരെ, 2:25 അത് പറഞ്ഞാൽ മതി. അതാ പറഞ്ഞ അല്ല, ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളെ കുറിച്ച് ഞാനെന്ന് പറയാനാണ്. നിങ്ങൾ കോൺഗ്രസിലുള്ളവരെ കുറിച്ച് ചോദിക്കേ, ഞാൻ പറയാം. ശരി, നല്ല എളുപ്പമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കുറ്റം ചെയ്ത് അവസാനം മുൻകൂർ ജാമ്യം കിട്ടാതെ വരുന്ന ആ നിമിഷത്തിൽ പുറത്താക്കിയിട്ട് ഇനി ഞങ്ങളൊന്നും മിണ്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ശ്രീ എൻ ശ്രീകുമാർ, നോക്കൂ, ഈ ഇന്നലത്തേക്ക് മുമ്പുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ ഞാൻ ചോദിക്കുന്നില്ല. ഇന്നലെ തൊട്ട് ഉള്ളത് നിങ്ങൾക്ക് അറിയുകയില്ല, ഇതൊക്കെയാണല്ലോ. പക്ഷേ MLA, പാലക്കാടിൻ്റെ MLA ഒരു കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ചാണ് അവിടെ ജയിച്ചത്. അവിടുത്തെ ആളുകളോട് നിങ്ങൾക്ക് 2023 പരാതി ഉള്ള ഒരാളിനെയാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തി പാലക്കാട്ടുകാരെ ചതിച്ചത് എന്ന ചോദ്യത്തിന് ഇനിയും മറുപടി പറയേണ്ടി വരും. ഇതാ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ഘട്ടത്തിലും ആളുകൾ ചോദിക്കും, ഇതുപോലെ സ്ത്രീകളോട് പെരുമാറിയ പീഡകനോട് ഇത്തരത്തിൽ നിലപാടെടുത്ത് അയാളെ കൊണ്ടുപോയി MLA ആക്കിയ ഒരു പ്രസ്ഥാനമാണോ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ മെമ്പർമാരെയൊക്കെ തരാൻ പോകുന്നത് എന്ന് അവിടെയും ചോദ്യങ്ങൾ വരും. ഈ ചോദ്യത്തിൽ നിന്നൊന്നും കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞങ്ങൾ ഇന്നലെ ഇല്ലായിരുന്നു എന്ന് നാടോടിക്കാറ്റിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, പഞ്ചായത്ത് ഇലക്ഷനിൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഗവൺമെൻറ്റിനോടാണ്. പിന്നെ വാർഡിലത്തെ കാര്യങ്ങളാണ്. വെള്ളം, കുടിവെള്ളം, റോഡ്. ഇന്നിപ്പോൾ ഇതാ കൊല്ലത്തൊരു റോഡ് ഇടിഞ്ഞു പോയിട്ടില്ലേ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ മറ്റേ നമ്മുടെ ഈ പുറത്താക്കപ്പെട്ട MLA, പാലക്കാട്ടുള്ള MLAയോട് കോൺഗ്രസ് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സ്പീക്കർക്ക് തീരുമാനിക്കാം. അത് സ്പീക്കറെ കോൺഗ്രസ്സുകാരനല്ല. അപ്പോൾ സ്പീക്കറോടൊന്ന് പറയുക, ഈ കാര്യത്തിലുള്ള തീരുമാനം എടുക്കാൻ പറയുക, അറസ്റ്റ് ചെയ്യാൻ പോലീസിനോട് പറയുക, അല്ലെ മുഖ്യമന്ത്രിയോട് പറയുക. ഇതൊക്കെയാണ് എൻ്റെ കാര്യം. പിന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്താ അതൊക്കെ സാങ്കേതികത്വമാണ്. ജനങ്ങളോട് എന്ത് പറയും, സ്പീക്കറോട് എന്ത് പറയുന്നല്ല, ഒന്നും സാങ്കേതികത്വമല്ല. ഒന്നും സാങ്കേതികത്വമല്ല. എല്ലാം നിയമപരമായിട്ട് തന്നെയാണ് പോണത്. ഒന്നും സാങ്കേതിക നിയമപരമല്ല. ജനങ്ങളോട് എന്ത് പറയും? ധാർമ്മികമാണ്. അല്ലല്ല. ജനങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് ഇതൊന്നും ജനങ്ങളോട് ചോദിക്കില്ല. അവിടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഞങ്ങളുടെ റോഡ് എന്താ ശരിയാക്കാൻ ഞാൻ ചോദിക്കുക. അല്ല, ഞങ്ങളുടെ റോഡ് ഇടിഞ്ഞു പോയല്ലോ, അല്ല ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലല്ലോ, ഞങ്ങൾക്ക് റേഷൻ കിട്ടുന്നില്ലല്ലോ. അതാണ് ധൈര്യം. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും പേടിക്കാനില്ല, അതൊന്നും ജനം ചോദിക്കില്ല എന്നാണ് എൻ ശ്രീകുമാർ പറയുന്നത്. യഥാർത്ഥത്തിൽ ശ്രീകുമാർ ചേട്ടൻ മനസ്സിലാക്കേണ്ട എന്താ, 2024 ഒക്ടോബറിൽ പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഇടയിൽ അത്യാവശ്യം ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, പരാതികൾ, കാര്യങ്ങൾ. ഞങ്ങൾക്കൊരു അന്തസ്സുണ്ട് ശ്രീകുമാർ ചേട്ടാ. അതുകൊണ്ടാണ് ആ ഇലക്ഷൻ ക്യാമ്പയിൻ 1.5 മാസം ബൈ ഇലക്ഷൻ ക്യാമ്പയിൻ നീണ്ടുനിന്നപ്പോൾ എപ്പോഴെങ്കിലും ഇദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞോ? അതിനു മുമ്പേ തന്നെ യൂട്യൂബർമാരിലൂടെ, മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഇയാളെ കുറിച്ചുള്ള പക്ഷെ ഏതെങ്കിലും ക്യാമ്പയിനിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരാൾ ഒരു പ്രസംഗത്തിൽ പോലും ഭംഗ്യന്തരേണ മാങ്കൂട്ടത്തിനെതിരായി ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ടോ? വലിയ നീലപ്പെട്ടി വിവാദം ഉൾപ്പെടെ ഉണ്ടായില്ലേ?
അന്നും ഈ നൈനി ഫൈനാലെ പോലെ ഇപ്പോഴത്തെ കൂട്ടുകാർ തന്നെയല്ലേ അന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഇതുപോലുള്ള വിഷയങ്ങൾ വോട്ടിന് വേണ്ടിയിട്ടോ തെരഞ്ഞെടുപ്പിന് വേണ്ടിയോ ഉപയോഗപ്പെടുത്തുന്ന പാർട്ടിയല്ല. ഞങ്ങൾ ഇടതുപക്ഷം വോട്ട് പിടിക്കുന്നത് ഇവിടെ ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞ ഈ ജനകീയാസൂത്രണവും അധികാര വികേന്ദ്രീകരണവും എല്ലാം കൊണ്ടുവന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിച്ച് ഇവിടുത്തെ ഗ്രാമീണ റോഡുകളും പ്രൈമറി സ്കൂളുകളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും അംഗനവാടികളും എല്ലാം മെച്ചപ്പെടുത്തിയ കാര്യം പറഞ്ഞിട്ടാ. സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് അവസാനത്തെ ഒരു മിനിറ്റ് ഞാൻ ശ്രീ ജേക്കബ് ജോർജിന് കൊടുക്കട്ടെ. ശ്രീ ജേക്കബ് ജോർജ്, നോക്കുക, ഈ കാര്യത്തിലൊക്കെ പാലക്കാട് അന്നേ ചർച്ച ചെയ്തതാണ്. ആ ബൈ ഇലക്ഷൻ വരുന്ന സമയത്ത് നമുക്കറിയാം എന്ത് കോളിളക്കമാണ് അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായത്. കെ മുരളീധരൻ ആദ്യം പറഞ്ഞ നിലപാട് എന്തായിരുന്നു നമ്മൾ കേട്ടതാണ്. ഡോക്ടർ സരിൻ എന്തുകൊണ്ട് കോൺഗ്രസ് വിട്ടു വന്നു. ഇപ്പോൾ ഡോക്ടർ മുസ്തഫ പറഞ്ഞതുപോലെ അവരൊന്നും ഇയാളെക്കുറിച്ചുള്ള വ്യക്തിപരമായ കാര്യങ്ങളൊന്നും പറയാൻ വന്നില്ല, അല്ലാതെ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഒരു പുറത്തേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ പാലക്കാട്ടുകാർക്കത് മനസ്സിലാകുന്നുണ്ട് ആരാണ് തലയിൽ കെട്ടിവെച്ചത് എന്നുള്ളതിനുള്ള ഉത്തരം പാലക്കാട്ടെങ്കിലും പറയേണ്ടി വരില്ലേ? പാലക്കാട്ടുകാർക്കും കേരളത്തിലെ മൊത്തം മലയാളികൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇയാളെക്കുറിച്ച്, ഈ പ്രതിയെക്കുറിച്ച് എല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അന്ന് തന്നെ ഈ ബൈബിളിലൊരു വാക്യമുണ്ടല്ലോ, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം പന പോലെ വളർന്നു. വളർന്നതല്ല, വളർത്തിയതാണ്. ചിലർ വളർത്തിയതാണ്. അത് എന്നോട് ശ്രീകുമാറൊന്നും പിണങ്ങിയിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ ചിലർ വളർത്തി, വളമിട്ട് വളർത്തി. എന്താണ് പ്രതിഫലം കിട്ടിയതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പലരുടെയും പരിലാളനെ ഏറ്റ് വളർന്നവനാണ്. കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ CPM കാരൊന്നും വളർത്തത്തില്ല. അയാൾ CPM-നോടും പിണറായി വിജയനോടും മുഖ്യമന്ത്രിയോടും എല്ലാവരോടും തുറന്ന ശത്രുത പ്രഖ്യാപിച്ച ആളാണ്. അയാളെ വളർത്തിയത് കോൺഗ്രസിനകത്ത് തന്നെയാണ്. ഇന്നിപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നിലപാട് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. അയാളെ കട്ട് ചെയ്തു, ദൂരെ കളഞ്ഞു. ആ പാണ്ടക്കെട്ടിനെയും ചുമക്കാതിരിക്കുക, ആ പാണ്ടക്കെട്ടിന് വലിച്ച് ദൂരെ കളയുക, അതാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്രയും സോ ഫാർ സോ ഗുഡ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യുമായിരുന്നു കോൺഗ്രസ് പാർട്ടി? അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ചെയ്യാൻ. ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ രണ്ട് വാചകം പറയാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ശ്രീ ജേക്കബ് ജോർജിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട്. മറ്റ് വഴികളൊന്നുമില്ലാന്ന് ശ്രീ ജേക്കബ് ജോർജ് പിന്നെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നലെ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുന്ന ആ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിൽ ആ പാർട്ടി തന്നെ ബാക്കി ഉണ്ടാകുമായിരുന്നോ ഈ പഞ്ചായത്ത് ഇലക്ഷന് എന്ന ചോദ്യം ഉണ്ടായേനെ. അദ്ദേഹത്തെ പുറത്താക്കിയതിന് ശേഷം ഇപ്പോൾ N. ശ്രീകുമാർ പറയുന്നത് എന്താണ്? ഇനി ഒന്നും ചോദിക്കരുത്, മിനിഞ്ഞാന്നത്തെ കാര്യമൊന്നും ഇനി ചോദിക്കരുത്, അയാൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ആ ഉത്തരം കൊണ്ട് ജനം തൃപ്തരാകുമോ? ഒപ്പം ഇയാളെ ഈ നിലയിലേക്ക് വളർത്തിയ പരിലാളിച്ച ആളുകൾ അതാരാണ്? അവർക്ക് എന്തൊക്കെ പങ്ക് ഇയാൾ ഈ പരിലാളിക്കപ്പെട്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു? ഇതൊക്കെയും അറിയേണ്ടി വരും, അന്വേഷിക്കേണ്ടി വരും. പരാതികൾ ഇനിയും വരാൻ കിടക്കുന്നു. വന്ന പരാതികളിൽ മൊഴികളെടുക്കാൻ ബാക്കി നിൽക്കുന്നു. ഇതൊക്കെയുണ്ട്. ഇതിനിടയിൽ അയാളെ ഒന്ന് പുറത്തേക്ക് ഒളിപ്പിച്ചു വെച്ചവർ പുറത്തേക്ക് വിടേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇലക്ഷന് മുമ്പുണ്ടാകുമോ, അത് കഴിഞ്ഞായിരിക്കുമോ അവർ അയാളെ പുറത്തേക്ക് വിടുക? ഇതും കാത്തിരിക്കുകയാണ് ജനം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ VPP മുസ്തഫ, N. ശ്രീകുമാർ, ജേക്കബ് ജോർജ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.